നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വെള്ളം അധികം കുടിക്കാറില്ല അല്ലേ? കുടിക്കാതിരുന്നാൽ അത് ആരോഗ്യത്തെ ബാധിക്കും, കേട്ടല്ലോ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഈ റിപ്പോർട്ട്സ് എല്ലാം എന്റെ ടേബിളിൽ വെക്കണം. ശരി. മാനസ് വന്നോളൂ. ഇരിക്കൂ. ട്രീറ്റ്മെന്റിലൂടെ ഗർഭധാരണം നടത്താനുള്ള കാരണം എന്താ? മാനസയുടെ പ്രശ്നം തന്നെയായിരുന്നു ഡോക്ടർ. അതുകൊണ്ടാണ് ആ ഡോക്ടർ പറഞ്ഞ വഴി സ്വീകരിച്ചത്. ഇപ്പോ പലരും ഇത് ചെയ്യാറുണ്ടല്ലോ. സാധാരണ ഗർഭാവസ്ഥ പോലെയല്ല ഇത്. വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ തന്നെ ബോഡി നല്ല വീക്കാണ്. നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ബ്ലഡ് റിസൾട്ട് കൂടി വന്നാലേ മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അറിയാൻ പറ്റൂ. ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തോളൂ. ഡോക്ടർ, ഇതില് ഹസ്ബൻഡിന്റെ പേര് എഴുതിയിട്ടില്ലല്ലോ. ഇവിടെ ഹസ്ബൻഡിന്റെ പേരും കൂടി എഴുതി. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഭാവന, ഇവിടെ ഞാൻ താനെന്തിനാ എന്റെ പേര് എഴുതി? പിന്നെ നമ്മുടെ കുഞ്ഞിന് ഞാൻ വേറെ പേര് എന്തിനാ എഴുതുന്നേ? അപ്പൊ പിന്നെ തന്റെ പേര്? അതിനൊക്കെ വഴിയുണ്ട് സൂര്യ. ആദ്യം ഈ സ്റ്റേജ് ഒന്ന് കഴിയട്ടെ. ഡോക്ടർ, ഓക്കെ. ബ്ലഡ് റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. വൈറ്റമിൻസിന്റെ കുറവ് കാണുന്നുണ്ടല്ലോ.
ഇലക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് കഴിക്കണം. ശരി ഡോക്ടർ. 2 ആഴ്ച കൂടുമ്പോ കൃത്യമായിട്ട് ചെക്കപ്പിന് വരണം. ഇതും കൂടി ഫയൽ ചെയ്തേക്ക്. ശരി. എന്നാ ശരി, പോയിക്കോളൂ. ശരി ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ശരി. നാൻസി, വായന്തു ഇത് ഡോക്ടർ തന്നതാ, ഫയൽ ചെയ്യാൻ പറഞ്ഞു. ഇതാണ് പേഷ്യന്റ് മാനസ. എന്നാ ഡോക്ടർ വരാൻ പറഞ്ഞത്? 2 ആഴ്ച കൂടുമ്പോ ചെക്കപ്പിന് വരാൻ പറഞ്ഞു. ഭാവന സിസ്റ്റർ അല്ലേ? ആ അതെ. ഭാവന ചേച്ചിക്ക് എന്നെ മനസ്സിലായോ? ഇല്ല, നമ്മൾ ഒരുമിച്ച് വർക്ക് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല ചേച്ചി, ഞാൻ ഭാമയോടൊപ്പം 10th വരെ ഒരുമിച്ച് പഠിച്ചതാ. ഈശ്വര, അപ്പോ സൂര്യ അറിയായിരിക്കുമല്ലോ. ആ സമയത്ത് ഞാൻ വീട്ടിലും വന്നിട്ടുണ്ട്. അതെയോ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സൂര്യ ഭാവനേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ? പിന്നെങ്ങനെ ഈ കുട്ടിയുടെ ഹസ്ബൻഡായി? ഈശ്വര, നാൻസി കുഴപ്പമുണ്ടാക്കോ? അല്ല ഭാവനേച്ചി, ഞാനൊന്ന് ചോദിച്ചോട്ടെ? അയ്യോ, എനിക്കൊരു കോൾ ചെയ്യാനുണ്ടായിരുന്നു നാൻസി. സൂര്യ, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യേ, ഞാനിപ്പോ വരാം. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യ്. ഈശ്വര, സൂര്യ, ആ, താൻ ഇങ്ങോട്ട് വന്നോ? അയാള് പോയി. സൂര്യ, നമുക്കൊന്ന് പോയാലോ? അല്ല, അവര് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ല. അത് നമുക്ക് പിന്നീട് ഫോൺ വിളിച്ച് സംസാരിക്കാം. തൽക്കാലം നമുക്ക് പോവാം. ശരി. വാ. ഭാവനേച്ചി,